ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് പെട്ടെന്നൊരു ബിരിയാണി കണ്ടിട്ട് വന്നാലോ? എൻ്റെ അടുത്ത് കുറേ നാളായിട്ടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബിരിയാണിയുടെ റെസിപ്പി. നമ്മളിന്നിവിടെ ചിക്കൻ ബിരിയാണി അല്ല, ബീഫ് ബിരിയാണി അല്ല, നമ്മളൊരു കൂന്തൽ ബിരിയാണിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം കൂന്തലിനകത്തേക്ക് നമ്മൾ മസാല സാധാ നമ്മുടെ നോർമൽ മസാല തേച്ചിട്ട് ഒന്ന് ഫ്രൈ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സവാള, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഫസ്റ്റിൽ ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ ആ മസാല തന്നെ ഞാൻ കുറച്ച് ഉള്ളിയിലേക്ക്, പിന്നെ ഇതാണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ അതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് ഉള്ളി വറുത്തത്, കുറച്ച് മസാല, മല്ലിയില, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ്ട് അരി ഞാൻ അതിന് മുമ്പേ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദാണ്ടേ നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മളിതാ നമ്മുടെ കൂന്തലിട്ടിട്ടുണ്ട്. കൂന്തലിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒഴിച്ച ഓയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉള്ളി വറുക്കുന്ന ഓയിലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ദാ ഇതേ കണക്ക് നല്ല ചോറിന് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലെയർ ചോറിട്ടതിന് ശേഷം കുറച്ച് എസൻസും KTR കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്നിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം എന്താണ് സെക്കൻഡ് ലെയറായിട്ട് കുറച്ച് ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്നിട്ടതിന് ശേഷം നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത ആ എണ്ണയും കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ആ സവാളയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി അതിന് പുറത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ബിരിയാണിയാണ് ഇത്. ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ ചെയ്യാം.